വായിച്ച് സഹായിക്കണം. മലയാളിയല്ല, തെല്ലും സംസാരിക്കണം. Matthew 6:32 and 33. 32, 33. ആമേൻ. ഇത് വചനത്തിൽ ഇങ്ങനെ പറയുന്നു, Father knows that you need them, but you seek first kingdom and his righteousness. ആമേൻ. അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കും. അത് ഞാൻ ഇത് മനസ്സിലാക്കിയെടുത്തത്, ഒരു രാജാവ് ഭരിക്കുമ്പോൾ അവനക്കൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, അത് ഒരു ഭരണഘടനമുണ്ട്. ആ ഭരണഘടനത്തിൽ കൂടി കടന്നു പോകുമ്പോൾ മാത്രമാണ് ആ രാജാവിൻ്റെ പ്രൊവിഷൻസ് ഞങ്ങൾക്ക് ലഭിക്കും. ഇല്ലെങ്കിൽ അത് ലഭിക്കുകയില്ല. ഞങ്ങൾ ഒത്തിരി പ്രശ്നം ഞങ്ങൾ ഈ വചനം വായിക്കുമ്പോൾ ഞങ്ങൾ അതിനെ മനസ്സിലാക്കി എടുക്കുകയില്ല. എന്ന വിധത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു രാജ്യവും നീതിയും ഈ ബൈബിൾ വായിച്ചാൽ മതി. ഇതാണ് ആക്ച്വലി സംവിധാനം, അഥവാ ഇത് ഭരണഘടനമാണ്. ഇതിന് മനസ്സിലാക്കി എടുക്കണം. ഒരു ശ്രേഷ്ഠദാസൻ ഈ വചനത്തെ പഠിക്കാൻ ഞാനൊരു ബൈബിൾ ക്ലാസ്സിൽ പങ്കെടുത്തപ്പോൾ ഞങ്ങൾ ദൈവം സഹായിച്ചിട്ട് ബൈബിൾ കോളേജ് ചെയ്തവരല്ല. അയാൾ രാജസ്ഥാനിൽ കടന്നു പോയപ്പോൾ അങ്ങനെ ഒരു അവസരം കിട്ടുകയും ഞങ്ങൾ BTH ഫിനിഷ് ചെയ്യുകയും ഞങ്ങളുടെ വയസ്സക്കാലത്തിൽ BTH ഫിനിഷ് ചെയ്യുകയും ചെയ്തു. ആ സമയത്തിൽ ഒരു ദേവദാസൻ ഞങ്ങൾക്ക് വചനത്തെ പഠിക്കുന്ന, ഈ ബൈബിൾ പഠിക്കുന്ന കാര്യങ്ങൾ ലളിതമായിട്ട് പഠിപ്പിച്ചു കൊടുക്കും. ബൈബിൾ ABCD എന്ന് ഞങ്ങൾ മനസ്സിലാക്കിയെടുക്കണം. A എന്ന് പറഞ്ഞാൽ ആപ്പിളും, B ബനാന, C കോക്കനട്ട് ആൻഡ് D ഡുറിയൻ. ഇത് ഈ ഫലങ്ങളാണ്, ഇത് തിന്നുന്ന കാര്യങ്ങളാണ്. ഞങ്ങൾ ആപ്പിളിനെ എടുത്ത് ഇങ്ങനെ ഒന്ന് കഴുകി ഒന്ന് കട്ട് ചെയ്യാറില്ല, ഒന്നില്ല, അങ്ങനെ തിന്നാം. ചില വചനങ്ങൾ ഞങ്ങൾ അങ്ങനെ സ്വീകരിക്കാം. അടുത്തത് B ബനാന. ബനാന എന്ത് ചെയ്യണം? അങ്ങനെ തിന്നാനാവില്ല, അതിന് തുറക്കണം, തുറന്നാലേ കിട്ടുള്ളൂ. വചനത്തെ എടുത്ത് ഞങ്ങൾ ആ വചനത്തെ ഞങ്ങൾ പഠിക്കുമ്പോൾ അത് തുറക്കണം. അതിൻ്റെ അർത്ഥങ്ങൾ അതിൻ്റെ ഉള്ളിലുണ്ട്. പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, എഫെസ്യർ ലേഖനത്തിൽ 17-ാം വചനത്തിൽ പറയുന്നു, ദി സ്പിരിറ്റ് ഓഫ് റെവലേഷൻ. ഞങ്ങൾക്ക് ദൈവം കൊടുത്തിട്ടുണ്ടോ ആ റെവലേഷൻ, വെളിപാടിൻ്റെ ആത്മാവ്. ആ വെളിപാട് വചനം വായിക്കുമ്പോൾ ഞങ്ങൾക്ക് വെളിപാട് വരണമെങ്കിൽ ദൈവത്തിന് ആത്മാവ് ഇടപെടണം. ആമേൻ. ജെറമിയ 33:3 പറയുന്നത്, എൻ്റെ അടുത്ത് ചോദിക്കും, ഞാൻ നിങ്ങൾക്ക് ആ വചനം മനസ്സിലാക്കിയെടുക്കാൻ, ഈ വചനം മനസ്സിലാക്കിയെടുക്കാൻ. അടുത്തത് എന്താണ്? സി കോക്കനട്ട്. വചനത്തെ ഉടയ്ക്കണം. ഉടയ്ക്കാതെ മനസ്സിലാവുകയില്ല, അത് ആഴങ്ങളിലേക്ക് പോകണം. അതിന് ഉള്ളത് ഞങ്ങൾക്ക് ലഭിക്കും. ആമേൻ. ഡുറിയൻ. ഡുറിയൻ എന്താണ്? ഡുറിയൻ ഒരു ഭയങ്കര സ്മെല്ലുള്ള ഒരു ഇതാണ്. ചിലർക്ക് അത് ഇഷ്ടപ്പെടില്ല, ചിലർക്ക് ഭയങ്കര ഇഷ്ടമാണ്, അത് തപ്പി തേടിയെടുക്കും. ചില വചനങ്ങൾ ഞങ്ങൾക്ക് ഇഷ്ടമാവുകയില്ല. അത് അയാൾ ഞങ്ങൾക്ക് എഴുതിയതാണ്, അത് നിയമമാണ്, ഭരണഘടനമാണ്. അത് ഞങ്ങൾ മനസ്സിലാക്കിയേ പറ്റുള്ളൂ. ഇത് ശരിയില്ല എന്ന് വിട്ട് കളയാൻ ഒരു കാര്യവും ഇതിൽ വിട്ട് കളയാനുള്ളതില്ല. പാഴായ വാക്ക് ഇതിൽ എഴുതിയിട്ടേ ഇല്ല. ഇത് ജീവമുള്ള പുസ്തകമാണ്. ഇത് ഒരു രാജാവ്, ഞങ്ങൾ ഡാനിയൽ 4-ാം അധ്യായത്തിന്റെ 17-ാം വചനം വായിച്ചു നോക്കിയാൽ ആരെങ്കിലും വായിക്കോ? ഡാനിയൽ 4:17. 4:17.
അത്യുന്നതനായ മനുഷ്യരുടെ രാജ്യത്തിന്മേൽ വാഴുകയും അതിന് തനിക്ക് ബോധിച്ചവന് കൊടുക്കുകയും മനുഷ്യൻ അധമനായവനെ അതിന്മേൽ വാഴിക്കുകയും ചെയ്യുന്നുവെന്ന് ജീവനോടെ അത്യുന്നതൻ ഞങ്ങളുടെ നടുവിൽ ഭരിക്കുന്നു. അവൻ ഈ ലോകത്തിൽ ആയിരിക്കുമ്പോൾ തന്നെ അവനാണ് ആ അധികാരം മറ്റുള്ളവർക്ക് മാറ്റിക്കൊടുക്കുകയും ചെയ്യും. അവന്റെ ഭരണഘടന ഞങ്ങൾ മനസ്സിലാക്കില്ലെങ്കിൽ ആ രാജ്യത്തിന് ഞങ്ങൾക്കൊന്നും ലഭിക്കുകയില്ല. ചില ഞാനിങ്ങനെ നോക്കുന്നു. ഞങ്ങളിവിടുന്ന് രാജസ്ഥാനിലേക്ക് കടന്നുപോയി. അവിടെ റേഷൻ കാർഡില്ലെങ്കിൽ റേഷൻ തരുന്നു ലഭിക്കുകയില്ല. അത് അധികാരം, അതാണ് നിയമം അവിടുത്തെ. ഇവിടെ ആയാലും ഇവിടുത്തെ റേഷൻ കാർഡ് കിട്ടിയാലും ഞങ്ങൾക്ക് റേഷൻ കിട്ടും. അത് ഞങ്ങൾ ഇങ്ങനെ പറയാനാവില്ല. മുമ്പ് നീ എനിക്ക് റേഷൻ തായോ, ഞാൻ പിന്നെ ചെയ്യാം, ഞാൻ ചെയ്തോളാം. ഇല്ല, ചില ആൾക്കാർ ഞാൻ ഇങ്ങനെ സുവിശേഷം പറയുമ്പോൾ പറയും, പക്ഷേ ഈ കാര്യം നടക്കട്ടെ, ഞാൻ പിന്നെ വന്നിട്ട് ചെയ്യാം, ഞാൻ വിശ്വസിക്കാം, പിന്നെ ഞങ്ങൾ വിശ്വസിക്കാം, ഈ കാര്യം നടക്കട്ടെ. ഇല്ല, ഇത് നടക്കുകയില്ല. ഞങ്ങൾ ഈ ഭരണഘടനത്തിലേക്ക് കടന്നു വന്നാലേ ലഭിക്കുള്ളൂ. ഞങ്ങൾ 2 തിമോത്തി 2-ാം അധ്യായത്തിന്റെ 4-5 വായിച്ചു നോക്കിയാൽ, 2 തിമോത്തി വായിച്ചു. പടചേർത്തവനെ പ്രസാദിപ്പിക്കേണ്ടതിനെ യാതൊരു പടയാളിയും ജീവനകാര്യങ്ങളിൽ ഇടപെടാതിരിക്കുന്നു. ഒരുത്തൻ മഞ്ഞ് കെട്ടിയാൽ ചട്ടപ്രകാരം പൊരുതായികയാൽ കിരീടം പ്രാപിക്കുകയില്ല. 5-ാം വചനം പറയുന്നു, 6 വിളിച്ചവൻ അവനെ പ്രസാദപ്പെടുത്തുന്നു. അവൻ വിശ്വസ്തനും നീതിമാനും. അവന്റെ വഴികളിൽ നടന്നിട്ടില്ലെങ്കിൽ അവനെ പ്രസാദപ്പെടുത്താനാവും. അടുത്തത് പറയുന്നു, നിയമപ്രകാരം റൂൾസിനനുസരിച്ചിട്ട് പോരാടിയിട്ടില്ലെങ്കിൽ ജയമില്ല, ജയം ലഭിക്കുകയില്ല. ഞങ്ങൾ പല പ്രശ്നമൊക്കെ ഞങ്ങൾക്ക് ജയം ലഭിക്കുകയില്ല, ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുകയില്ല, കിട്ടില്ല. എന്തിനാ? ഞങ്ങൾ നിയമത്തെ വിട്ട് പുറത്താണ്. ഓടുമ്പോൾ കളത്തിൽ അല്ലാതെ പുറത്ത് പോയി കളിച്ചാലൊന്നും ലഭിക്കുകയില്ല. ഞങ്ങൾ ഇതിലായിരിക്കുമ്പോൾ, ഈ വിശ്വാസി ജീവിതത്തിൽ ആയിരിക്കുമ്പോൾ ഞങ്ങൾ വിശ്വസിക്കണം, ഞങ്ങൾക്കൊരു യുദ്ധമുണ്ട്. എന്തിനാണ് യുദ്ധം? ദൈവം പറഞ്ഞ പരീക്ഷയുണ്ട്. പരീക്ഷ എന്തിനാണ്? ഒരു 10-ാം ക്ലാസ്സിൽ 11-ാം ക്ലാസ്സിലേക്ക് കടന്നു പോകണമെങ്കിൽ ഒരു പരീക്ഷ ഉണ്ട്. ആ 10-ാം ക്ലാസ്സിലേക്ക് കടന്നു പോയവനക്കറിയാം, 10-ാം ക്ലാസ് കടന്നു പോയവനക്കറിയാം, മമ്മി സൈക്കിൾ മാറ്റി വെക്കും, ക്രിക്കറ്റ് ബാറ്റ് മാറ്റി വെക്കും, TV ഓഫ് ആവും. എന്തിനാ? ആ പരീക്ഷയിൽ നല്ല മാർക്സോട് പാസ്സാകണം. ഓട്ടം ഓടിയാൽ ജയിക്കണം. വെറുതെ കാട്ടിലടിക്കണമെന്നാകുക, വെറുതെ ഓടുന്നവരാകരുത്. ഞങ്ങൾ ഇവിടുന്ന് ഞാനൊരു സാക്ഷ്യത്തിൽ കൂടി അതിനെ വീണ്ടും ഞാൻ പാസ്റ്റർ പറഞ്ഞു. ഞങ്ങൾ ഇപ്പോൾ പാസ്റ്റർ പറഞ്ഞു, യേശു ജനിക്കുമ്പോൾ ഒരു തടസ്സമുണ്ടായിരുന്നു. മോസസ് ജനിക്കുമ്പോൾ ഒരു തടസ്സമുണ്ടായിരുന്നു. നിങ്ങളുടെ മുകളിൽ ഒരു വിളിയുണ്ടെങ്കിൽ ഒരു വലിയ പരീക്ഷ ശത്രു നിന്നെ നോക്കുകയാണ്. ഇയ്യോബ് ഒരു നീതിമാനായിരുന്നു. ദൈവം ചോദിച്ചു ശത്രുവോട്, ഞങ്ങൾ പോകുമ്പോൾ കണ്ടു എൻ്റെ സ്നേഹിതൻ അവിടെ ഒരു നല്ല വ്യക്തിയാണ്, അങ്ങനെ തന്നെ തൃശ്ശൂർക്ക് കടന്നു വന്നെന്ന് ചോദിക്കടി, പോകുന്നിട്ട് എന്നെ കണ്ടോ? അപ്പൊ ശത്രു പറയും, നീ അവന്റെ വീടിന്റെ ചുറ്റിൽ വേലി കെട്ടിയിട്ടുണ്ട് കേട്ടോ, അതിനുള്ളിൽ പോകാനായിട്ടില്ല, കാരണം അവിടുന്ന് കണ്ണിട്ട് നോക്കി തൊടാൻ നോക്കി ഒന്നും സംഭവിച്ചില്ല. അപ്പൊ അവൻ ചോദിക്കും, ഒരു പെർമിഷൻ തന്നാൽ ഞാൻ കാണിച്ചു തരാം അവിടെ എത്ര നീതിമാനാണ്. ഞാൻ നോർത്ത് ഇന്ത്യയിലേക്ക് കടന്നുപോയി. രാജസ്ഥാൻ എനിക്ക് ദൈവം പറഞ്ഞു, വ്യക്തമായി പറഞ്ഞു, അതിന് അടിയാളങ്ങൾ തന്ന് ഞാൻ കടന്നുപോയി. കാണാൻ പോയപ്പോൾ തന്നെ എൻ്റെ കാലിന് ഇവിടുന്ന് മുഴുവൻ മറിയിച്ചു പോയി. എൻ്റെ വൈഫ് പറഞ്ഞു. ബട്ട് ഞങ്ങൾ നിന്നില്ല, ഞാൻ വീണ്ടും അവിടെ കടന്നുപോയി, ശുശ്രൂഷകൾ നടത്തി. ദൈവം കൃപാവരങ്ങളെ ജ്വലിപ്പിച്ചു. അത്ഭുതകരമായി
ജനങ്ങൾ കടന്നു വന്ന് അത്ഭുതത്തെ കണ്ട് ജനങ്ങൾ ഒഴുകി വന്നു. ഒരു 500ഓളം ആൾക്കാരെ ഞങ്ങളൊരു കല്യാണ മണ്ഡപത്തിൽ വെച്ചിട്ട് ആരാധിച്ചുകൊണ്ടിരുന്ന സമയത്തിലാണ് എൻ്റെ ആക്സിഡൻ്റ് ആവുന്നത്. അവരെല്ലാവരും കടന്നു പോകുന്നു. ഇവർക്ക് പിന്നെ ഞങ്ങൾക്ക് മനസ്സിലായി ഒരു ദിവസം ദൈവം എൻ്റെ ഇടപെട്ട് വചനം പഠിപ്പിക്കണം. ഞങ്ങളുടെ കൃപാവരങ്ങൾ ജ്വലിക്കും, അവരുടെ ഉള്ളിൽ കൃപാവരങ്ങൾ ജ്വലിക്കുന്നില്ല. അവർ സാധാ ഗുരുജി കൈവച്ചാൽ നടക്കുമെന്ന് പറഞ്ഞാൽക്കും വെള്ളം കൊണ്ടുവന്നാൽ പ്രാർത്ഥിച്ച് കൊടുക്കും. അവിടെ വെള്ളവും എണ്ണയും പ്രാർത്ഥിക്കുന്നത് ഭയങ്കര ഇതാണ്. ഞങ്ങളതിൽ നിർത്തി വെച്ചിട്ടുണ്ട്. ഒന്നുമില്ല, ഇപ്പോൾ വചനം പഠിച്ചാൽ മാത്രം കൃപാവരങ്ങളിൽ പ്രാർത്ഥിച്ച് അത്ഭുതങ്ങൾ നടത്തുന്നത് നിർത്തി വെച്ചു. മരിച്ചവരൊക്കെ എണീറ്റ് നിന്ന് അങ്ങനത്തെ ഒരു ശുശ്രൂഷയായിരുന്നു. ഞങ്ങൾ അതൊന്ന് ബ്രേക്ക് ചെയ്ത് പഠിപ്പിക്കാൻ തുടങ്ങി. 2017 എൻ്റെ രണ്ടാം ആക്സിഡൻ്റ് ആയിട്ട് ഞാൻ ബെഡ് റീഡൻ ആയിരിക്കും. ദൈവം ഒരു വാക്ക് പറഞ്ഞിട്ട്, നീ വചനത്തെ പഠിപ്പിക്കാം. ഞാൻ യൂത്ത്സിനെ വിളിച്ചു, അവർക്ക് വചനത്തെ പഠിപ്പിക്കാൻ തുടങ്ങി. ഒരു 18 യൂത്ത്സ് ലോക്കലിൽ രാജസ്ഥാനീസ് വന്ന് പഠിക്കാൻ തുടങ്ങി. ഒരു ദിവസം ഞാൻ ടബർനക്കലിനെ പറ്റി പഠിപ്പിക്കുകയും ഇപ്പോൾ ആ ടബർനക്കൽ ഞങ്ങളുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുകയാണ് എന്ന് പഠിപ്പിക്കുകയും ഇത് ചെയ്തുകൊണ്ട് ഒരു എൻഡ് ഭാഗത്തിലേക്ക് വരുമ്പോൾ ഒരു സ്ക്രീൻ ഇടുകയോ ആ കാര്യം മോശെ അതിനെ അടയ്ക്കുകയും ചെയ്യുന്ന ഒരു ഭാഗത്തിലേക്ക് വന്നപ്പോൾ പെട്ടെന്ന് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ നാവിൽ അന്യഭാഷയിൽ സംസാരിക്കാൻ തുടങ്ങി. മുമ്പിലുള്ള 18 പേരും താഴെ അവർ കരയാൻ തുടങ്ങിയിട്ട് ഞാൻ ആ സമയത്ത് ഞാൻ അവരോട് സംസാരിക്കുകയാണ്, നിന്റെ ഹൃദയത്തിൽ എന്ത് ഇതുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ കരയുക, പുറത്തെടുക്കുക, മുട്ടിൽ വരിക, കരയുക. നിങ്ങൾ ഇപ്പോൾ ദൈവത്തിന് ആത്മാവ് നിങ്ങളുടെ മുകളിൽ പ്രവർത്തിക്കാൻ തുടങ്ങും. 18 പേര് ആ അടുത്തുള്ള ഏരിയത്തിലുള്ളവരെല്ലാവരും ഓടി വന്ന് പുറത്ത് നോക്കണവരേക്കും ശബ്ദത്തോട് കരഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങും. അതിൽ ഇന്ന് 10 പേര് പാസ്റ്റേഴ്സ്, ശക്തമായി ദൈവം ഉപയോഗിക്കുന്ന പാസ്റ്റേഴ്സ്. ഒരു 18, 19, 20, 21, 22 വയസ്സുള്ള ദൈവം അവിടെ ശക്തമായി പ്രവർത്തിക്കാൻ തുടങ്ങി. ഞങ്ങൾ ആ സമയത്തിൽ ഒരു കാര്യം ഞങ്ങൾ മനസ്സിലാക്കിയെടുത്ത്, ഈ രാജസ്ഥാൻ്റെ ഗ്രാമങ്ങളുടെ ഉള്ളിൽ 10 വീടുണ്ടെങ്കിൽ അതിൽ 9 വീട്ടിൽ ഡിപ്രഷനുള്ള ആൾക്കാരുണ്ട്. അത് 15 വയസ്സ് കഴിഞ്ഞിട്ട് ഉള്ള എല്ലാ പെൺപിള്ളേരും. ഞങ്ങൾ ഒത്തിരി അതിന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു. ഒരു ദിവസം ദൈവം എൻ്റെ ഇടപെട്ട് അവരെ കൗൺസിലിംഗ് ചെയ്യണം. കൗൺസിലിംഗ് ചെയ്താലേ അവരെ പുറത്ത് കൊണ്ടുവരാൻ ആവുള്ളൂ. ഞാനും എൻ്റെ വൈഫും ഇരുന്ന് പ്രാർത്ഥിച്ച് അവർക്ക് കൗൺസിലിംഗ് ചെയ്യാൻ തുടങ്ങി. ഒരു ഡിവൈൻ കൗൺസിലിംഗ് ആയിരുന്നു. അതിൽ കൂടി ഞങ്ങൾക്ക് മനസ്സിലായി ഇവരുടെ ഗുരുജികളെ വിശ്വസിക്കുകയും അവരുടെ അവരുടെ എല്ലാ കാര്യങ്ങളും അവരാണ് പറയുന്നത്, അവർ പറഞ്ഞത് മാത്രമേ ഇവർ ചെയ്യൂ. അവർ പ്രായപൂർത്തിയായ പെണ്ണിൻ്റെ മുകളിൽ നോക്കിയിട്ട് പറയും, ഇവളുടെ മുകളിൽ ഒരു ദേവത വന്നിട്ടുണ്ട്, ഇതിനെ ശുശ്രൂഷിക്കണം, ഇന്ന് നീ ഇവിടെ വിട്ടുപോകണം. അപ്പോൾ ആ ആശ്രമത്തിൽ വരും അവർ. അവരുടെ മിസ്യൂസ് ചെയ്യുകയും റേപ്പ് ചെയ്യുകയും അവരുടെ അങ്ങനെയാണ് ഇവർക്ക് ഈ ഡിപ്രഷൻ വരുന്നത്, ഈ ചെറിയ പിള്ളേർക്ക്. അങ്ങനെ ഞങ്ങൾ ഇത് കണ്ടുപിടിച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അതിലാണ് എൻ്റെ മോള് പറയുന്നത്, ഞാൻ ചോദിച്ചോളത് ഡിഗ്രി BTH കഴിഞ്ഞപ്പോൾ വീണ്ടും ഞാൻ ചോദിച്ചു, അവളും BTH ചെയ്ത്. ആ സമയത്ത് ഞാൻ ചോദിച്ചു, മോളെ നീ എന്താ എടുക്കും? പപ്പ എനിക്ക് സൈക്കോളജി കൗൺസിലിംഗ് എടുക്കണമെന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു. ഒരു വർഷം വേസ്റ്റായാലും 2 വർഷം ഞങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ സദേശ് ബൈബിൾ കോളേജിലെ ആ കോഴ്സ് അവർ തുടങ്ങി. ബാക്കിയെല്ലാം വലിയ കോളേജസിൽ കിട്ടിയത് ഞങ്ങൾക്ക്, മണിപ്പാലിലും അനേക കോളേജസിൽ കിട്ടി.
ബട്ട് അവൾ അതിന് പോകാൻ ദൈവം അനുവദിച്ചിട്ടില്ല. ബട്ട് സദനേഷ്യത്തെ ഓപ്പൺ ആയപ്പോൾ അതിൽ നമുക്ക് അഡ്മിഷൻ കിട്ടുകയും അതിൽ കൊണ്ടുവന്നിട്ട് ഇത് ഇവളുടെ ഉദ്ദേശമായിരുന്നു സ്പിരിച്വൽ കൗൺസിലിംഗ് എനിക്ക് വേണ്ടി. അത് ഞാൻ ആ മക്കൾക്ക് വേണ്ടിയിട്ട് ആ രാജസ്ഥാനിലേക്ക് വേണ്ടിയിട്ട് ഞാൻ അതിനെ ഉപയോഗിക്കും. ഞാൻ ചോദിച്ചു, അത് ചെയ്തിട്ട് നീ എന്ത് ചെയ്യും? എങ്ങനെ ഞാൻ പപ്പയുടെ കൂടെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ ഇപ്പോൾ, ഞാൻ അതിന് ഉപയോഗിക്കും. അതിനു വേണ്ടിയിട്ടാണ് അവളിനെ വിട്ടത്. അവളുടെ മുകളിലൊരു വലിയ വിളിയുണ്ട്. അതാണ് ആ എനിക്ക് വന്ന പോലെ തന്നെ അവൾക്കൊരു അറ്റാക്ക്. അവളുടെ അന്ന് രാത്രി ഞാൻ കണ്ട കാഴ്ച ഭയങ്കരമാണ്. ഞങ്ങളുടെ ഒരു ജഡ്ജസ് 7, 4 and 5 ഒന്ന് പഠിക്കാം. ന്യായാധിപന്മാർ 7-ാം അധ്യായം 4-ഉം 5-ഉം. ന്യായാധിപന്മാർ 7-ാം അധ്യായം 4-ഉം 5-ഉം. യഹോവ പിന്നെ ഗിദെയോനോട്, ജനം ഇനിയും അധികമാകുന്നു, അവരെ വെള്ളത്തിലേക്ക് കൊണ്ടുപോകാം, അവിടെ വെച്ച് ഞാൻ അവരെ പരിശോധിച്ചു തരാം. ഇവൻ നിന്നോട് കൂടെ പോരട്ടെ എന്ന് ഞാൻ കൽപ്പിക്കുന്നവൻ പോരട്ടെ, ഇവൻ നിന്നോട് കൂടെ പോരേണ്ട എന്ന് ഞാൻ കൽപ്പിക്കുന്നവൻ പോരേണ്ട എന്ന് കൽപ്പിച്ചു. അങ്ങനെ അവൻ ജനത്തെ വെള്ളത്തിലേക്ക് കൊണ്ടുപോയി. യഹോവ ഗിദെയോനോട്, പട്ടി നക്കി കുടിക്കും പോലെ നാവ് കൊണ്ട് വെള്ളം നക്കി കുടിക്കുന്നവരെ ഒക്കെയും വേറെയും കുടിപ്പാൻ മുട്ടുകുത്തി കുടിക്കുന്നവരെ ഒക്കെയും വേറെ നിർത്തുക എന്ന് കൽപ്പിച്ചു. കൈ വായിട്ട് വെച്ച് തട്ടി കുടിച്ചവർ ആകെ 300 പേരായിരുന്നു. ശേഷം ജനമൊക്കെയും വെള്ളം കുടിപ്പാൻ മുട്ടുകുത്തി കുടിക്കുന്നു. ആമേൻ. ഞാൻ ഈ വചനം വായിക്കുമ്പോൾ എപ്പോഴും നോക്കും, നായി നക്കി കുടിച്ചാൽ ഇവരെപ്പോ പണി തീർക്കണം. ഭയങ്കര സ്ലോ ഉള്ളവർ എന്തിനാവശ്യം? യുദ്ധത്തേക്ക് പോകുന്നവർ എങ്ങനെയായിരിക്കണം? സ്പീഡുള്ളവർ വേണം. അത് ഞങ്ങളുടെ മൈൻഡ് സെറ്റാണ്. എന്തിനാണ് ഈ 300 പേര് വെള്ളം നക്കി കുടിച്ചവർ മാത്രം ആവശ്യം ദൈവത്തിൽ? എന്തിനാണ്? ആരും പറയും. അവരെന്തിനാണ് പോകുന്നത്? യുദ്ധത്തേക്കാണ്. യുദ്ധത്തിൽ എന്താണ് ആവശ്യം? ഞങ്ങളുടെ ആയുധം ആവശ്യമാണ്. ആയുധം തന്നെ താഴെ വെച്ച് കോരി വെള്ളം കുടിക്കുമ്പോൾ ശത്രു വേദനിക്കോ? ഇല്ല. എൻ്റെ സ്വന്തം കാര്യത്തിന് എൻ്റെ ആയുധം താഴെ വെച്ചാൽ ആ വ്യക്തി ദൈവത്തിന് വേണ്ട കേട്ടോ. ഞങ്ങൾ പല സമയത്തിൽ ഞങ്ങൾക്കാവും, ഞങ്ങളുടെ വീട്ടിലൊരു ഗസ്റ്റ് വന്നാൽ ആ സമയത്ത് ഞങ്ങളുടെ യുദ്ധത്തിന് ആയുധം താഴെ വെച്ച് ഞങ്ങൾ മാറ്റിവെക്കും. 7 മണിക്ക് നടക്കുന്ന പ്രാർത്ഥന ഗസ്റ്റ് പോകുന്നവരേക്കും മാറ്റിവെക്കും. പിന്നെ പറയും, ബ്രദറെ ബന്ധനമാണ്. ബന്ധനം എവിടെ വന്നു? ആരെ ബന്ധിച്ചു? യുദ്ധസമയത്തിൽ ആയുധം താഴെ വെച്ചു. ഓഫീസിൽ നിന്ന് ഫോൺ വന്നപ്പോൾ എവിടെയാ? ഞാൻ ട്രാഫിക്കിന്റെ നടി സെൻട്രലാ. എവിടെ ഉണ്ട്? അടുക്കളയില്ല. വ്യക്തി എവിടെ? അടുക്കളയില്ല. ആയുധം വിട്ട് സത്യം എന്ന് പറയുന്ന ആയുധത്തെ ആലോചിച്ചു. ആമേൻ. ഹല്ലേലൂയ. എഫെസ്യർ 6:14 തൊട്ട് 18 വരെ വായിക്കുന്ന ആ വചനം എന്ത് പറയണം? സത്യമാണ് ആദ്യത്തെ ആയുധം. അത് അറക്കട്ടണം. ആ അധികാരത്തിൽ നിൽക്കണം. സത്യം നാവിൽ ഉണ്ടാകണം. അത് വെച്ച് വേണം. അതിനുശേഷം ഞങ്ങൾ നോക്കുമ്പോൾ നീതിമാനായിട്ട് നടക്കുന്നേ ഇല്ല. ഞങ്ങൾ നീതിയും വിട്ടു. സുവിശേഷം എന്ന് പറയുന്നൊരു എന്താണ്? ആയുധമാണ്, ഹത്യാരം. അത് ഞങ്ങൾ എടുക്കാറേ ഇല്ല. ടി വിയിലൊക്കെ ന്യൂസ് പറഞ്ഞു, 6 സുവിശേഷം പറഞ്ഞു, 8 പേരിനെ അടിച്ചു കൊണ്ടു. ഭയത്തിന് ആത്മാവും. ഞങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി, എൻ്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് എൻ്റെ ആയുധങ്ങളെ താഴെ വെക്കുക. നാളെ പറയാം,
ഇന്ന് അവസരമുണ്ട് സുവിശേഷം അറിയിക്കാം. പാസ്റ്റർ പറഞ്ഞോളൂ, പാസ്റ്റർ പറഞ്ഞോളൂ. മത്തായി 28 അദ്ദേഹത്തിന് 19 വചനം എന്ത് പറയുന്നു? നേരിട്ട് നോക്കാം, ഒന്ന് പഠിക്കാം. 28:19 19 and 20 എന്ത് പറയുന്നു? എല്ലാ നാളും ഞാൻ കൂടെ ഇരിക്കും. ഇതവിടെ സഭയാണ്. അവസാനിപ്പിച്ചോ? ഇല്ല. അടുത്തത് ആർക്ക് പോകണം? പാസ്റ്റർ അല്ല. എടയൻ പ്രസവിക്കുകയില്ല, ആട് പ്രസവിക്കുള്ളൂ. ആട് ജന്മം നൽകണം, പോകണം. ഇവിടുന്ന് എന്നിട്ട് ബെഞ്ച് ചൂടാക്കിയിട്ട് കൈ തട്ടി കാല് കൊട്ടി കാര്യമില്ല. എന്ത് ചെയ്യണം? സുവിശേഷമുള്ള ആയുധത്തെ കൊണ്ട് പോകണം. പോയില്ലെങ്കിൽ അയ്യോ കഷ്ടമാണ്. പിന്നെ പറയണ എനിക്ക് ബന്ധനമായി. ബന്ധനം എവിടെ നിന്ന് വന്ന്? നിയമത്തിനനുസരിച്ചിട്ട് ഞാൻ കഴിഞ്ഞ 10 വർഷം എനിക്ക് റേഷൻ കിട്ടിയില്ല. എന്തിനാ? റേഷൻ കാർഡ് ചെയ്തിട്ടില്ല. എന്റെ കുറ്റം അത്. രാജസ്ഥാന്റെ തെറ്റല്ല. വരും, ചെയ്യാം, നാളെ ചെയ്യാം, മറ്റന്നാൾ ചെയ്യാം. പിന്നെ എന്തായി? പിന്നെ പോയി നിന്നപ്പോൾ ഇപ്പൊ കിട്ടും. പ്രൊവിഷൻ ദൈവം തരും. നീ ഈ ആയുധങ്ങൾ ധരിച്ച് യുദ്ധത്തിന് വേണ്ടിയിട്ട് നിൽക്കുമ്പോഴാണ് നിന്റെ യുദ്ധം. എനിക്ക് യുദ്ധമുണ്ട്. ആയുധങ്ങളും ഏതല്ല? ശാരീരികമല്ല, ജഡികമല്ല. അതിന് എന്തുണ്ട്? പവർ ഉണ്ട്. നിന്റെ മനസ്സിൽ വരുന്ന ചിന്തകളെ അടക്കാനും അതിനെ കെട്ടാനും, ഗോപുരങ്ങൾ, നിന്റെ ഹൃദയത്തിൽ കെട്ടിരിക്കുന്ന ഗോപുരങ്ങളെ തകർക്കാനും കോട്ടകളെ തകർക്കാനും അതിന് ശക്തിയുണ്ട്. അതിന് ആ ആയുധങ്ങളെ എടുക്കാതെ പാസ്റ്റർ വന്ന് തല കുറിഞ്ഞിട്ട് പ്രാർത്ഥിച്ച് ഇങ്ങനെ തല മൊട്ടയാവട്ടോ. പല പാസ്റ്റർമാർ വെച്ച് മുടി അങ്ങ് പോയി. ഒന്നും മാറ്റമില്ല. അതാണ് പറയുന്നത്. പൗലോസ് എന്ത് പറയുന്നത്? നിങ്ങൾ ഇപ്പോൾ ടീച്ചറായി ആവാനായിരുന്നോ? ഇപ്പോൾ നിങ്ങൾ ശിശുക്കളാണ്. നിങ്ങൾ ഇപ്പോൾ പാൽ കുടിക്കുന്ന ശിശുക്കളാണ്. ഇപ്പോൾ പാസ്റ്റർ മൈൻഡ് എന്ത് പറയുന്നു? ഇങ്ങനെ കാത്തിരിക്കുന്നവരല്ല. നിങ്ങൾ പ്രസംഗിക്കണം, പോകണം. എന്റെ സഭയിൽ ഒരു നിയമമുണ്ട്. വന്നിട്ട് 6 മാസം കഴിഞ്ഞാൽ ഞാൻ ചോദിക്കും, എത്ര പേരെ കൊണ്ടുവന്ന്? എത്ര പേരെ കൊണ്ടുവന്ന്? സ്ത്രീകൾക്ക് ഒരു കൂട്ടമുണ്ട്, അവർ പോകും. ഞാൻ അമ്മമാർക്ക് പോയിട്ട് എത്ര മക്കളുണ്ട്, അതിൽ 18 വയസ്സ് കഴിഞ്ഞവർ എത്ര ഉണ്ട്, അവരെല്ലാം ലിസ്റ്റ് കൊടുത്ത് ഞങ്ങളുടെ ബൈബിൾ കോളേജിൽ ചേർക്കാം. ഓൺലൈൻ ബൈബിൾ കോളേജിൽ ചേർത്ത് അവരുടെ പഠിക്കുമ്പോൾ തന്നെ പഠിക്കട്ടെ. സിസ്റ്റർക്ക് ഒരു വലിയ കൂട്ടമുണ്ട് കേട്ടോ. ഞങ്ങളൊന്നുമില്ല. സാധാരണ ഞങ്ങൾക്ക് ഒരു ഇതുമില്ല. ഞങ്ങളൊരു വലിയ ഇതുള്ളവരല്ല. ഞങ്ങൾ കടന്നു പോയപ്പോൾ ഞങ്ങൾക്കൊരു, ഞാൻ പറഞ്ഞു, ബൈബിൾ കോളേജ് സർട്ടിഫിക്കറ്റും ഒന്നുമില്ല. ഞാൻ കാതോടഞ്ഞപ്പോൾ ഞങ്ങൾ അവിടത്തേക്ക് കൊണ്ടുപോയ മിനിസ്ട്രി പറഞ്ഞു, നിങ്ങളൊന്ന് തിരിച്ചു വരാം, ഇനി നിങ്ങൾക്ക് കൊണ്ടാവില്ല. ഞാൻ പറഞ്ഞു, ദൈവം പറഞ്ഞില്ലല്ലോ, എന്നെ കൊണ്ടുവന്ന ദൈവം പറഞ്ഞില്ല, ഞാൻ ഇവിടെ നിന്നോളാം. ഞാൻ റെസിഗ്നേഷൻ കൊടുത്തു. ഞങ്ങളൊരു ഓവ് എടുത്തിട്ടുണ്ടായിരുന്നു. ഏത് കാരണവശത്തും മരിച്ചാലും ഇവിടെ നിന്ന് ഞങ്ങളുടെ ബോഡി തിരിച്ചു പോവുകയും. ഇവിടെ തന്നെ രാജസ്ഥാനിൽ ദൈവം പറഞ്ഞിട്ടുണ്ട്, രാജസ്ഥാനിൽ തന്നെ അടക്കം ചെയ്യണം. അത് എവിടെയെങ്കിലും ഞങ്ങൾക്ക് അത് സെമിറ്ററി ഇല്ലെങ്കിലും എവിടെയെങ്കിലും ചെയ്ത് എന്നെ അടക്കം ചെയ്യും. അത്രയുണ്ട് ഞങ്ങളുടെ ഒരു ഒരു കാരണവശത്ത് ഞങ്ങൾ തിരികെ പോവുകയില്ല. ഇത് 4ാമത്തെ വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെയുള്ളപ്പോൾ ദൈവം ഒരു ഇത് കൊടുത്തതാ, ദൗത്യം കൊടുത്തതാ.
എന്താ ഞാൻ കേരളത്തിൽ നിന്ന് ചില ദേവദാസന്മാരെ കൊണ്ടുപോയി അവർ ഭയങ്കര വീരവാദമായിരുന്നു. അങ്ങനെ ഞാൻ എങ്ങനെ ചെയ്യും, ഞാൻ നിൽക്കും പാസ്റ്റർ, എനിക്ക് ഒരു സപ്പോർട്ട് വേണം, ഒന്നും വേണ്ട. അവിടെ എത്തിയപ്പോൾ പറയുന്നു, പാസ്റ്റർ കപ്പയില്ല, മീനില്ല, പോത്തിറച്ചി കിട്ടാറില്ല, ഭയങ്കര പൊടിയാ, ഭയങ്കര ചൂടാ. ലാസ്റ്റ് ദിവസം ഞാൻ നോക്കുമ്പോൾ ഒരാള് ഒരു ബാഗ് കൊണ്ട് ഓട്ടം ഓടി, അവിടെ പുല്ല് മുളച്ചിട്ടില്ല ഇപ്പോഴും, കുടുംബം കൊണ്ട് ഓടി. ഒരു പാസ്റ്റർ വന്ന് ആ പാസ്റ്റർ ഞാൻ കൊടുത്ത കടക്കയും കട്ടിലും ഫർണിച്ചറും ബെഡ്ഷീറ്റും എല്ലാം വേറെ ഒരാൾക്ക് വിറ്റ് അയാളുണ്ട്. പിന്നെ ദൈവമാൻ പറഞ്ഞത് എനിക്ക്, നിന്നെ ഞാൻ രാജസ്ഥാനിലേക്ക് അയച്ചിട്ടുണ്ട്, നിന്റെ ജോലി രാജസ്ഥാനിക്ക് എന്താ ചെയ്യാം, എന്നെ ഏൽപ്പിക്കുക, അവരെ പഠിപ്പിക്കുക. അപ്പം നീ വന്നിട്ട് മുറിഞ്ഞ ഹിന്ദിയിൽ സംസാരിച്ചാലേ അവർക്കൊന്നും മനസ്സിലാവില്ല. എൻ്റെ വൈഫ് ഒന്നും നോക്കുകയല്ല കേട്ടോ, 6 മുമ്പിലുണ്ട്, എന്ത് ഇതുണ്ട് അവൾക്ക് പറയാനുള്ളത് അങ്ങ് പറയും. അത് ഇംഗ്ലീഷ് ആയാലും മലയാളം ആയാലും തെലുങ്ക് ആയാലും എന്തായാലും. ഒരു ദിവസം ഞങ്ങൾ ഇവിടുന്ന് കടന്നു പോയപ്പോൾ ഹിന്ദി വരില്ല, ഇവിടെ കന്നഡ ഹിന്ദി മലയാളം മിക്സ് ചെയ്തിട്ട് ഒരു വാക്കങ്ങ് പറഞ്ഞു. എൻ്റെ ഓണർ ഞാൻ പറഞ്ഞവർക്ക് പുറത്ത് കാത്തിരിക്കുക. ഞാൻ ചോദിച്ചു എന്താണ്, നമ്മൾ വാക്ക് പറഞ്ഞത് ബാബിക്ക് മനസ്സിലായില്ല, ചേട്ടത്തിക്ക് മനസ്സിലായില്ല. ചേട്ടത്തി പറഞ്ഞു, ഞങ്ങൾക്ക് നിങ്ങൾ തെറി വിളിക്കണം, ഭയങ്കര തെറിയാണ് നിങ്ങളുടെ സൈഡിൽ ഞങ്ങൾക്ക്, ഇത് ഭാഷ അറിയാത്ത കൊണ്ടാണ്. ഞാൻ ഇങ്ങോട്ട് വന്ന് ചോദിച്ചു, നീ എന്തെങ്കിലും പറഞ്ഞു? ഒന്നില്ല, അവർ ഇത് വാതിൽ തുറക്കുമ്പോൾ അവിടെ നല്ല തണുത്ത കാട്ട് വരുമെന്ന് പറഞ്ഞതാണ്. എങ്ങനെ പറഞ്ഞു? കുറച്ച് കന്നഡവും കുറച്ച് ഹിന്ദിയും കുറച്ച് മലയാളവും മിക്സ് ചെയ്തിട്ട് പറഞ്ഞാണ്. എന്താണ്? ആപ്പ് ദർവാജ बोलते हैं, उधर से गाली आती है, अच्छा गाली आती है. ഗാലി എന്ന് പറഞ്ഞാൽ തെരിയാ, ഗാലി എന്ന് പറഞ്ഞാൽ കന്നഡത്തിലെ കാട്ട. ഇവർ രണ്ട് മിക്സ് ചെയ്തങ്ങ് ഒരു അങ്ങ് കൊടുത്തു. അവർ ആകെ നെട്ടിപ്പോയി. ഞാൻ പറഞ്ഞു, ഇങ്ങനെ ചെയ്താൽ കുറെ ആൾക്കാർ നെട്ടാണ്, നെട്ടട്ടെ, എനിക്കൊരു പ്രശ്നമില്ല. അങ്ങനെ സ്ത്രീകളുടെ നടുവിൽ ശക്തമായിട്ട് പ്രവർത്തിക്കും. ഒരു 800+ സ്ത്രീകളിനെ നയിക്കും. രാജസ്ഥാനിലെ അസംബ്ലീസ് ഓഫ് ഗോഡിലെ ഡിസ്ട്രിക്റ്റിൻ്റെ ട്രഷററാണ്. രാജസ്ഥാനിലെ ഫസ്റ്റ് റെവറൻഡാണ്. അവൻ ബൈബിൾ കോളേജിൽ പോയി 7 വർഷം ഞങ്ങൾ ഇച്ചത്. അപ്പോൾ ഒരു റെവറൻഡ് ഓർഡൈൻ പാസ്റ്ററാണ്. ഓർഡിനേഷൻ വന്നപ്പോൾ റെവറൻഡ് വന്നു. അതിന് ഞങ്ങൾക്കൊരു ഇതില്ല. ബട്ട് ദൈവം ഈ വർഷം ഞങ്ങളുടെ ഒരു സെക്ഷൻ്റെ പ്രസ്ബൈറ്ററായിട്ട് ആക്കി. അതിൽ അസിസ്റ്റൻറ്റ് പ്രസ്ബൈറ്റർ വീഡിയോൻ്റെ വൈഫാണ്. ഒരു 7 ഡിസ്ട്രിക്റ്റിൻ്റെ മുകളിൽ ദൈവം ഞങ്ങൾക്ക് അധികാരം തന്ന് ആ 7 ഡിസ്ട്രിക്റ്റിനുള്ളിൽ ഞങ്ങൾക്ക് ആൾറെഡി 10 പാസ്റ്റേഴ്സ് ഉണ്ട്. ആ 10 പാസ്റ്റേഴ്സിനെ ഞങ്ങൾ അയക്കാൻ പോവുക. പ്രാർത്ഥിക്കണം. എന്താണെന്ന് പറഞ്ഞാൽ അവിടെ ചർച്ചസ് ഇല്ല. എനിക്ക് കൊടുത്തിട്ടുള്ള 7 ഡിസ്ട്രിക്റ്റിലും പാസ്റ്റേഴ്സ് ഇല്ല, ഒരു ചർച്ചസ് ഇല്ല. ഞങ്ങളതിന് ചെയ്യാൻ പോവുക. അപ്പോഴാണ് ഈ കാലോടേലും ഇതൊന്നും നിർത്തുകയില്ല കേട്ടോ. ഈ കാലൊന്നും എനിക്കൊന്നും കുറവല്ല. ഞാൻ പറഞ്ഞു, ഇത് ഒരു ദിവസം എൻ്റെ വൈഫ് എൻ്റെ അടുത്ത് പറഞ്ഞു, ഈ കാൽ ഇങ്ങനെ ഉണ്ടെങ്കിൽ എങ്ങനെ നിങ്ങൾ നടക്കും? കൂടുതൽ പോയാൽ വെട്ടിയിട്ട് ഒരു മരത്തിൻ്റെ കാൽ പിടിക്കും, വീട്ടിൽ പോടും. ഞാൻ നിർത്തില്ല. അപ്പോൾ 2 വീലർ ഓടിക്കും, 4 വീലർ ഓടിക്കും. ഞാൻ പോയി സ്ഥലത്ത് എല്ലാം എത്തും. അവർ പറയും, മാസ്റ്ററെ നിന്റെ ദൈവം നിങ്ങളെ സൗഖ്യമാക്കില്ലേ? എന്നെ സൗഖ്യമാക്കണല്ല, നിന്നെ സൗഖ്യമാക്കണം എന്നെ അയച്ചത്. അത് എഴുതിട്ട് രോഗിയുടെ മോട് കൈവച്ചാൽ സൗഖ്യം പ്രാപിക്കും. എന്നെ സൗഖ്യമാക്കണവൻ എൻ്റെ തലയിൽ കൈവച്ചിട്ടും ചെയ്തോളൂ അവൻ്റെ സമയത്ത്. ഇതിൽ പറയുന്നു, സഭോപദേശക്ക് 3-ാം അധ്യായത്തിൻ്റെ 3-ാം അധ്യായത്തിൽ പറയുന്നു, ആകാശത്തിൻ്റെ കീഴെ ഭൂമിയുടെ മുകളിൽ
എല്ലാത്തിനും ഒരു സമയം ദൈവം ആമേൻ. നിശ്ചയിച്ചു. ആമേൻ. അങ്ങനെ മോള് ബാംഗ്ലൂരിലേക്ക് വരാനും കഴിഞ്ഞ ദിവസം എനിക്ക് ഫോൺ വന്ന് 15-ാം തീയതി ഫോൺ വന്ന് 14-ാം തീയതി ഫോൺ വന്ന് പപ്പ എനിക്ക് ഷൂ വേണം, മാരത്തോൺ ഉണ്ട് ഓടുന്നത്, നല്ല ഓട്ടത്തിന് വേണ്ടിയിട്ട് ഒരു ഷൂ എല്ലാം വാങ്ങിച്ചു കൊടുത്ത് ഓടി വന്ന് അടുത്ത ദിവസം പറയുന്നത് ബോഡിയൊക്കെ ഭയങ്കര പെയിനാണ്, തലവേദനയാണ്. 20-ാം തീയതി ഫോൺ വന്ന് എനിക്ക് തീരെ വയ്യ, ഞാൻ ഛർദ്ദിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു ഉടനെ ഞാൻ അടുത്തുള്ള ഗാർഡിയനെ വിളിച്ച് അങ്ങോട്ട് വിട്ട് നോക്കിയപ്പോൾ അവർ പറഞ്ഞ് ഫസ്റ്റ് ഡെങ്കു അറ്റാക്ക് ആയിട്ടുണ്ട്, 53,000 ഇതുണ്ട്. അടുത്ത ദിവസം കാലത്ത് നോക്കുമ്പോൾ 17,000 ഉള്ളു ബ്ലഡിൽ. അപ്പോൾ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ ഷിഫ്റ്റ് ചെയ്ത് അവിടെ ഭയങ്കര പാനിക്കായി. പിന്നെ മരക്കാരാകെ കണ്ണൊക്കെ മുകളിൽ പോയി അവിടെ നിന്ന് അവർ എങ്ങനെ പിടിച്ച് ഞാൻ പറഞ്ഞു ബാപ്റ്റിസ്റ്റിലേക്ക് കൊണ്ടുപോക്കോ. ബാപ്റ്റിസ്റ്റിൽ റൂമില്ല എന്ന് പറഞ്ഞപ്പോഴും ഞാൻ കുറേ ആൾക്കാരടുത്ത് സംസാരിക്കുകയും റെവറൻ പോൾ തങ്കയുടെ മോന് സാമി തങ്കയ്ക്ക് ഫോൺ ചെയ്യുകയും ഞാൻ ചെയ്ത് അവർ ഫോൺ എടുത്തിട്ടില്ല. അവർ മെസ്സേജ് ചെയ്ത് എനിക്ക് നിങ്ങളുടെ വിഷയം എനിക്ക് അയക്കുക, മെസ്സേജ് ചെയ്ത്. ഞാൻ പറഞ്ഞു ഇങ്ങനെ എൻ്റെ വൈഫ് അതുപോലെ എൻ്റെ മോള് സുഖമില്ല, എൻ്റെ ഡോട്ടർക്ക് സുഖമില്ല, പ്ലേറ്റ്ലെറ്റ്സ് ഇതായിട്ടുണ്ട്, ഞങ്ങൾ ബാപ്റ്റിസ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. ശരിയാ. ഞാൻ അപ്പോൾ എൻ്റെ അസിസ്റ്റൻറ്റ് പാസ്റ്റർ അവിടെ ഒരു ഡോക്ടറാണ്, ഒരു എക്സിക്യൂട്ടീവ് ഡയറക്ടറിൽ ഒരു ഡയറക്ടറാണ്, സുരേഷ് ഗോർപ്പടെ, കർണൽ സുരേഷ് ഗോർപ്പടെ. അത് ഒരു ഡയറക്ടറാണ് എന്ന് എനിക്ക് പറയുകയും അവർ കോണ്ടാക്ട് ചെയ്യുകയും അവർ മുഖാന്തരം ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങുകയും ചെയ്യും. അപ്പോൾ അവർ കാത്തിരുന്ന് അവർ പറഞ്ഞ എമർജൻസിയിൽ വെച്ചിട്ട് ഞങ്ങൾ എത്ര സമയമാവും അത്ര സമയം ഞങ്ങൾ ട്രീറ്റ് ചെയ്യാം, ബട്ട് റൂം കിട്ടാതെ ഒന്നും ചെയ്യാനാവുക, ICU ഫുള്ളാണ്. പെട്ടെന്ന് ദൈവം ഒരാൾക്ക് സൗഖ്യം ഉള്ളിൽ ആ വ്യക്തിയെ പുറത്തെടുക്കുകയും ആ ബെഡിലെ മോളിനെ ഷിഫ്റ്റ് ചെയ്യുകയും ഭയങ്കര അത്ഭുതമായിരുന്നു. ദൈവം ഒരിക്കലും കൈവിടുകയില്ല എന്ന് പറയുന്നത്. ഞാൻ അവിടെ നിന്ന് വരാൻ എനിക്ക് ഫ്ലൈറ്റിൻ്റെ ടിക്കറ്റ്സും എല്ലാം ദൈവം ഒരുക്കി തന്നു. അതും വൈഫ് പറഞ്ഞു നിങ്ങൾക്ക് ഞങ്ങളുടെ പാസ്റ്റേഴ്സ് 20-ാം തീയതിക്ക് പോകുന്ന ടിക്കറ്റ് 20-ാം തീയതി ഞങ്ങൾ ഇരിച്ചതിലേക്ക് 21 നൈറ്റ് എനിക്ക് പോകണം. അവരുടെ ടിക്കറ്റ് 23 ഉണ്ട്, കൺഫ്യൂഷൻ ഉണ്ട്. അപ്പോൾ ഒരു പ്രാവശ്യം ടിക്കറ്റ് ആയി കഴിഞ്ഞാൽ തിരികെ അത് ഇത് ചെയ്യാനാവില്ല, ഡേറ്റ് ചേഞ്ച് ചെയ്യാനാവില്ല. അത് ഫ്ലൈറ്റ് ടിക്കറ്റ് എക്കോണമി എടുത്തത് കൊണ്ട് അത് ക്യാൻസലേഷൻ ആവില്ല. ഞാനൊന്ന് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു പാസ്റ്റർക്ക്, എൻ്റെ പാസ്റ്ററെ പ്രാർത്ഥിച്ചിട്ട് അഭിഷേകത്തോടെ ചോദിക്കുക, ഇങ്ങനെ ഒരു കഷ്ടത്തിന് വേണ്ടിയിട്ട് ഓടണ്ട. ഞങ്ങൾക്ക് എങ്ങനെയോ ഇൻഡിഗോ എയർലൈൻസിൻ്റെ ഓഫീസർക്ക് വിളിച്ച് ചോദിച്ചു. ഇൻഡിഗോയുടെ ഓഫീസറിനെ വിളിച്ചപ്പോൾ ഇൻഡിഗോ ഓഫീസർ പറഞ്ഞു 2 ടിക്കറ്റ് ഇപ്പോൾ ക്യാൻസലായി, അതിൽ ഞാൻ നിങ്ങൾക്ക് കേട്ട 300 രൂപ എഡിഷൻ കൊണ്ട്. അവൻ്റെ ഓഫീസ് തോന്നും ദൈവം അവിടെയും അത്ഭുതം ചെയ്തു. ഒരിക്കലാകാത്ത ടിക്കറ്റ് റിവേഴ്സൽ ചെയ്ത് ഒരിക്കലാവില്ല, ബട്ട് ഞങ്ങൾക്ക് വേണ്ടി ദൈവം ചെയ്തു. ആർക്കോ പോകാൻ ദൈവം അനുവദിച്ചിട്ടില്ല, എന്നെ അനുവദിച്ചു. ഞാൻ എത്തി. അങ്ങനെ ഒരു 95,000 രൂപീസ് ബില്ലായി. 95,000 രൂപീസ് ബില്ലായി. അതിലും ദൈവം ഇടപെട്ടു. എല്ലാ കാര്യത്തും ഞാൻ എൻ്റെ വൈഫ് പറയുന്നുണ്ടായിരുന്നു, ഒരാളെടുത്ത് കൈനിക്കാണ് ഞങ്ങൾ അനുവദിച്ചിട്ടുണ്ട്. ഫ്രൈഡേ നൈറ്റ് മോളുടെ കഴുത്ത് വീണ്ടും ഇങ്ങനെ ശരിക്കുകയും കണ്ണൊക്കെ മോളിൽ പോയി. ഓക്സിജൻ റെസ്പോണ്ട് ചെയ്യുന്നില്ല, ഓക്സിജൻ ഉള്ളിൽ പോകുന്നില്ല, കൈ തണുത്തും കാൽ തണുത്തും. ഒരു ഡെത്ത് ഇതിലേക്ക് പോകുന്ന അവർ ഡെത്ത് കെയർ കിറ്റെല്ലാം എടുത്തു വെക്കുകയും അവർ ഒത്തിരി ഭയങ്കരമായിട്ട് ഓടിക്കൊണ്ടിരിക്കുക. അവർ ഓക്സിജന് പോണില്ല എന്ന് പറഞ്ഞാൽ അതിന് ഒരു ഡെഡ് കണ്ടീഷനിലേക്ക് എത്തിയത്. ഞാൻ ആ സമയത്തിൽ ഞാൻ പറഞ്ഞു, എന്താ ഡോക്ടർ ഞാൻ പ്രാർത്ഥിക്കട്ടെ വന്നു, നിങ്ങൾ മാറിക്കൊണ്ട് ഞാൻ പ്രാർത്ഥിക്കാം. ആ സമയത്ത് പ്രാർത്ഥിച്ച് ഞാൻ ഒരു 5 മിനിറ്റ് അന്യഭാഷയിൽ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, ദൈവമേ അങ്ങ് ദാനമായിട്ട് നൽകിയതാണ്, എനിക്ക് തിരികെ വേണ്ടത്, എനിക്ക് തിരികെ വേണ്ടത്. ഞാൻ പ്രാർത്ഥിച്ചു. മോളെ എന്ന് വിളിച്ചപ്പോൾ ആപ്പ എന്ന് എണ്ണിട്ടുള്ളൂ. ഓക്സിജൻ 80% നിന്ന് 50% അവർ ഇറക്കി.
കുറച്ച് കഴിഞ്ഞപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു ഇപ്പോൾ ഞാൻ ഒരു 6 മണിക്കൂർ കഴിഞ്ഞിട്ട് വീണ്ടും അവിടെ കോൺടാക്ട് ചെയ്തു. ഇപ്പോൾ 25% ഉള്ളൂ ഓക്സിജൻ. അവിടെ റിക്കവർ ആയിക്കൊണ്ട് വന്നുകൊണ്ടിരിക്കാം. ശനിയാഴ്ച നൈറ്റ് ഞങ്ങൾ രണ്ടാളും ഡിസ്കസ് ചെയ്ത്, ഞാനും വൈഫ്. ഞാൻ പറഞ്ഞു നാളെ ആരാധനയ്ക്ക് പോകാം, നാളെ ആരാധനയ്ക്ക് പോകണം, ഒരു സാക്ഷ്യം പെടുത്തണം, ദൈവത്തിന് മുമ്പിൽ ദൈവത്തിന് നന്ദി പറയണം. അപ്പോൾ എൻ്റെ വൈഫ് ചോദിച്ചു ഡോക്ടറുടെ വിളിച്ചാലോ? അപ്പോൾ എൻ്റെ മനസ്സിൽ തന്നെ അവിടെ റൂൾസ് ഇങ്ങനെയാണ്, 10 മണിക്ക് ഞായറാഴ്ച 10 മണി തൊട്ട് 11 മണി വരെയൊക്കെ കൗൺസിലിംഗ് ഉണ്ടാവും. ഡോക്ടേഴ്സ് നോക്കി വന്നിട്ട് ഞങ്ങളടുത്ത് ഡിസ്കസ് ചെയ്യും എന്താ ചെയ്തു. ഞാൻ പറഞ്ഞേ അപ്പൻ ചെയ്തു, അപ്പൻ തിരികെ തന്നതാണ്, അപ്പൻ്റെ കയ്യിൽ കൊടുത്തിട്ട് ഞങ്ങൾ പോവാം. ഞങ്ങൾ ഇറങ്ങി പോവുകയും ചെയ്തു. 7 മണിയാകുമ്പോഴത്തേക്ക് ഞങ്ങൾ ഇറങ്ങിപ്പോയി. ഒരു ചെറിയ ഒരു സഭ, ഇത് ഒരു സഭയിൽ ഞങ്ങൾ പങ്കെടുത്തു, ആരാധിച്ചു, നല്ല ആരാധിച്ചു, സാക്ഷ്യപ്പെടുത്തി. തിരികെ വന്നിട്ട് ഡോക്ടർ വിളിക്കണമെന്ന് പറഞ്ഞു. ഞാൻ എന്താ ചോദിച്ചു, നിങ്ങളുടെ മോള് നോർമലായിട്ടോ, ഇപ്പോൾ നിങ്ങൾ ഇതേ സ്പോട്ടിൽ നിങ്ങൾ ഷിഫ്റ്റ് ചെയ്യുക, നിങ്ങൾക്കൊരു ബെഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഓക്കെ, ആ ബെഡിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ആയുധം താഴെ വെച്ചിട്ടില്ല. അവൻ പ്രയാസം വന്ന് ഡോക്ടേഴ്സ് ഞങ്ങളുടെ മനസ്സ് എന്താ പറയുന്നത് അല്ല, ഞങ്ങൾ ദൈവം ഞങ്ങൾക്ക് എന്താ പറഞ്ഞിട്ടുണ്ട് അതാ. 1 Thessalonians 5:17 പറയണം, നിരന്തരമായി പ്രാർത്ഥിക്കണം. ആയുധം താഴെ വെക്കാതെ നിൽക്കുക. അതാണ് ആയുധങ്ങൾ ചെടികമല്ല. അത് ഞങ്ങൾ ധരിക്കുക എന്ന് പറയുന്നത് ധരിച്ചുകൊണ്ടിരിക്കുന്നു. അതിന് ഒരു കാരണവശത്തും അതിന് മാറരുത്. അങ്ങനെ അന്ന് ഡിസ്ചാർജ് ICU ഒന്ന് മാറ്റി. അടുത്ത ദിവസം കാലത്ത് നോക്കുമ്പോൾ 1,78,000. ഡോക്ടർ പറഞ്ഞു ഇന്ന് തന്നെ കൊണ്ടുപോകും, ഇന്ന് തന്നെ. ഞങ്ങളുടെ ബില്ലിന് കാത്തിരുന്ന് 95,000 ബില്ല് വന്ന് ദൈവം ഇടപെട്ടു. സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആള് ഒരു ബ്രദർ സാഗർ ഇടപെട്ടിട്ട്, സാഗറും ഒരു വിനയ് ഇടപെട്ട് ഞങ്ങളുടെ ബില്ല് 32,000 കട്ടുന്ന രീതിയിൽ ചെയ്തു. വിശ്വസ്ത യോഗ്യനെ വിളിച്ച് ഒരിക്കലും കൈവിടുകയില്ലാതെ. യോശുവ അതിൻ്റെ 1-ാം അധ്യായം, ജോഷുവ 1:8. Amen. ഇതിൽ പറയുന്നത് keep this book of law always on your lips, meditate on it day and night, so that you may be careful, so do everything written in it, then you will be prosper and successful. Amen. ഞങ്ങളൊരു പ്രോസ്പർ ആകാനും ഒരു സക്സസ്ഫുൾ ആകാനും ദൈവത്തെ നിയമത്തിൽ നിൽക്കണം. ആമേൻ. യോശുവ അന്ന് പറഞ്ഞാലും ഇന്നും അത് തന്നെ കേട്ടോ. ചില ആൾക്കാർ പ്രസംഗിക്കും പഴയ നിയമത്തിലുള്ളത് അങ്ങനെ ആയിരുന്നു, പുതിയ നിയമത്തിൽ ഇങ്ങനെയാണ്. അതല്ല, ഞങ്ങൾ ഒരു വചനത്തെ വായിച്ച് നോക്കിയിട്ട് മുമ്പോട്ട് പോകാം. എബ്രായർക്ക് എഴുതിയ ഇതിൽ 5:12, നോട്ട് 12, സോറി 13, 1 second, 8:13. Hebrews 8:13. 13, 1:3. എബ്രായർ 8-ാം അധ്യായം
8:13. പുതിയതെന്ന് പറയുന്നതിനാൽ ആദ്യത്തേതിനെ പഴയതാക്കിയിരിക്കുന്നു. എന്നാൽ പഴയതാകുന്നതും ജീർണിക്കുന്നതുമെല്ലാം നീങ്ങിപ്പോകുവാൻ അടുത്തിരിക്കുന്നു. എന്തെങ്കിലും മനസ്സിലായി? പുതിയ നിയമം പഴയതിനെ അവസാനിപ്പിച്ചു. അപ്പോൾ ഞങ്ങൾ വിചാരിക്കരുത് മോശയും അബ്രാമും എല്ലാം അവസാനിപ്പിച്ചെന്നല്ല. ദൈവം അങ്ങനെ പറഞ്ഞതല്ല. നീ നിന്റെ ജീവിതത്തിൽ പഴയത് കൊണ്ടുവന്നതുണ്ടല്ലോ, അത് ശാരീരികമായത്, ലോകപരമായത്, നീ പഠിച്ചെടുത്തത്, നിങ്ങളുടെ പാരമ്പര്യങ്ങൾ എന്ത് ചെയ്യാൻ അവസാനിച്ചിരിപ്പിക്കും. ഇറ്റ് ഈസ് എൻഡ്, ഇറ്റ് ഈസ് ഡിസോൾവ്. അതൊന്ന് ഇപ്പം ഇല്ല. അത് വെച്ചാൽ ഇത് കാര്യത്തിൽ വരും. അതിനെ വിട്ട് പുതിയത് എഫീഷ്യൻസ് 4 പറയുന്ന ധരിക്കണം. 4:22-23 പഠിക്കണം. ആത്മാവിൽ പുതിയത് ധരിക്കണം. ആമേൻ. പുതു മനുഷ്യത്വത്തെ ധരിക്കുക. അതല്ലാതെ പഴയത് വെച്ച് നടക്കുന്നത്. ഈ പഴയതിന് പറയേണ്ടത് അത് അവസാനിപ്പിച്ചത്. നിന്റെ ജീവിതം, എൻ്റെ ജീവിതം, എനിക്ക് കാണുന്ന ജീവിതം. ചിലപ്പോൾ ഞാൻ വെള്ള ഷർട്ട് ഇട്ടിട്ട് നടക്കുന്നതായിരിക്കാം. അതിൽ റോമൻ 8:2 പറയുന്നു ആത്മാവിൻ്റെ നിയമം. അത് ഉള്ളിലാണ്, ഉള്ളിൽ, പുറത്തല്ല. ശാരീരികമായ നിയമം പരിസ്യർ ഉടുത്ത പോലെ വെള്ളക്കോട്ടും ചങ്കലകളിട്ട് നടക്കുന്നത് അല്ല. 8:2 വായിക്കി നോക്കാം. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുയേശുവിൽ പാപത്തിന്റെ മരണത്തിന് ഒരു പ്രമാണമുണ്ട്, ഒരു നിയമമുണ്ട്. അത് ലോകപരമായി വന്നതാ. അതിന് എന്ത് ചെയ്യണം? അതിന് യേശു ക്യാൻസൽ ചെയ്തിരിക്കണം. യേശു ക്യാൻസൽ ചെയ്തിരിക്കണം. അതല്ല. അപ്പൊ ഞങ്ങൾ ഒരു പുതിയത് ധരിക്കണം. ഗലാത്യർ 3:27 ധരിക്കണം. യേശുവിനെ ധരിക്കണം. അപ്പോഴാണ് യേശു പറയുന്നത് ഞാൻ നിന്റെ ഉള്ളിൽ വന്ന് വസിക്കും. ആമേൻ. അപ്പൊ ഉള്ളിലും പുറത്തും യേശുവാണ്. ആമേൻ. ഞാനും എൻ്റെ പിതാവും വന്ന് വസിക്കും. ആമേൻ. ഹല്ലേലൂയ. അങ്ങനത്തെ ഒരു വിശ്വാസിയാണ്. അങ്ങനെ ധരിച്ചിരിക്കവൻ, ആയുധം എടുത്ത് നടക്കുന്നവൻ. യേശു പറഞ്ഞ് എൻ്റെ ആഹാരം എൻ്റെ അയച്ചവൻ്റെ ജോലി പൂർത്തി ചെയ്തു. അങ്ങനത്തെ മനസ്ഥിതി ഉള്ളവനെ ദൈവം എടുത്ത് നടക്കും. ഒരിക്കലും ഒരു കുറവ് വരുത്തുകയില്ല. ശാരീരികമായിട്ടിരിക്കുക, ശരീരമല്ല, ശരീരം ഉപയോഗത്തിന് വരികയില്ല. ആത്മാവാണ് കടന്നുപോകുന്നത്. ആത്മാവിൻ്റെ പിതാവാണ്. ആ പിതാവിന് എൻ്റെ ആത്മാവ് തിരിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ എന്ത് ഉപയോഗം? അഡാപ്റ്റഡാണ് ഞങ്ങൾ. ഈ ലോകത്തിൽ ഞങ്ങൾ ദത്തെടുത്തവരാണ്. ഞാനവിടെ രാജസ്ഥാനിൽ ഇങ്ങനെ പഠിപ്പിക്കുന്ന ഒരാളായത് കൊണ്ട് ഞാനൊന്ന് പറയാം. ഇപ്പൊ ദത്തെടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരാളുടെ കുഞ്ഞിയെ ഞങ്ങൾ എന്ത് ചെയ്യാം? ഞങ്ങളെടുത്ത് പിന്നെ പഴയതിലൊരു അധികാരമില്ല കേട്ടോ. ദത്തെടുത്ത് കഴിഞ്ഞാൽ പഴയ അപ്പൻ്റെ പേരില്ല, പഴയ അമ്മയുടെ പേരില്ല, കുടുംബം പാരമ്പര്യമില്ല, ഒന്നുമില്ല. പുതിയതാ. പുതിയ അപ്പൻ്റെ പേരും പുതിയ നിയമങ്ങളും ചട്ടങ്ങളും പുതിയ സ്വത്തും സമ്പാദ്യം എല്ലാം പുതിയ അപ്പൻ്റെയാണ്. അത് എത്ര പേരുണ്ടെങ്കിലും, അത് എത്ര പേരിന് ഞങ്ങൾ ഒരാളിനെ 10 പേരുള്ള ഒരു കുടുംബത്തിന് ഒരു കുഞ്ഞിനെ ദത്തെടുത്തിട്ടുണ്ടെങ്കിൽ ആ 10 ബാക്കി 9 പേർക്ക് ലോകമായിരിക്കാം, അപ്പൻ്റെതായിരിക്കാം. ബട്ട് എനിക്ക് ദത്തെടുത്തവനെ അതേ അപ്പൻ്റെയാണ്. മുഴുവൻ അധികാരം, അവൻ്റെ സ്വത്തും എല്ലാം എനിക്കുള്ളത്.
റോമർ 8:15 പറയണം, എന്നെ ദത്തെടുത്തിരിക്കുക. 17 പറയണം, ഞാൻ എന്താണ് അവകാശിയാണ്. എൻ്റെ അപ്പൻ്റെ സകലത്തിനും അധികാരം എനിക്കുണ്ട്. അതാണ് നിയമം അറിഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ പറഞ്ഞു, എനിക്ക് നിയമം അറിഞ്ഞില്ലെങ്കിൽ അത് ഞാൻ വിചാരിക്കും ഇതും നടക്കും, ഇതും നടക്കും. പല പേര് പല ഇതിൽ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. മെഴുക് തിരി കത്തിക്കുകയും പൂയിടുകയും വിചാരിക്കും ലോകത്തിൽ ചെയ്യണോ ഞാനും ചെയ്യാം. ദൈവം അതിന് ആഗ്രഹിക്കുന്നില്ല നിങ്ങളുടെ കൊണ്ട്. ദൈവം ആഗ്രഹിക്കുന്നത് നിന്റെ ഹൃദയത്തെ നോക്കുന്ന ദൈവമാണ്. നിന്റെ ഹൃദയത്തിനുള്ളിൽ എന്തുണ്ട്, നീ എങ്ങനെ നിന്ന് ജീവിക്കുന്നത്, നിന്റെ ഹൃദയമാണോ ശുദ്ധമുള്ളത്? അതായത് 1 യോഹന്നന്റെ 3-ാം അധ്യായത്തിന്റെ 4-ാം വചനം പറയുന്നു, നിയമം തെറ്റിക്കുന്നതാണ് പാപം. നിയമം തെറ്റിച്ചാൽ പാപം. മരണത്തെ ഞങ്ങൾ വിളിക്കുകയാണ്. യാക്കോബിന്റെ പുസ്തകത്തിൽ പറയുന്നു, പാപം വളർന്ന് മരണത്തെ പ്രസവിക്കുന്നു. ഞങ്ങൾ ഈ നിയമം നോക്കുന്ന ഞങ്ങൾ എന്താ ചെയ്യാൻ പാടില്ല. അതാണ് അത് പൂർത്തി ചെയ്യുമ്പോഴാണ് ദൈവരാജ്യത്തിനുള്ളത് ഞങ്ങൾക്ക് മുഴുവൻ ലഭിക്കുന്നത്. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. എന്താണ് ദൈവം ആഗ്രഹിക്കുന്നത്? നീ ആദ്യം ദൈവരാജ്യവും നീതിയും അന്വേഷിക്കുക. ജാതികളുടെ എല്ലാം അന്വേഷിക്കുന്നു. ബട്ട് നീ എന്താ ചെയ്യണം? നീ അത് അന്വേഷിക്കണം. നീക്ക് കാണാത്തതിനാണ് നീക്ക് ലഭിക്കുന്നത്. ഒരിക്കൽ നീ കാണാത്തത് അത് നിന്റെ അധികാരമാണ്. വിശ്വാസം എബ്രായർ ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്, കാണാത്ത കാര്യങ്ങളുടെ ആഗ്രഹിക്കുന്നത് ഉറപ്പും കാണാത്തതിന്റെ നിശ്ചയമാണ്. വിശ്വാസം എന്ന് പറയുന്നത് ഒരു ടൈറ്റിൽ ഡീഡാണ്. അപ്പൻ കൊടുത്തിട്ടുള്ള ടൈറ്റിൽ ഡീഡാണ്. നീ ഒരു ബാങ്കിൽ പോയാൽ ലോൺ എടുക്കാൻ നിന്റെ എന്തുണ്ടെന്ന് അന്വേഷിച്ചാൽ നീ പറയുന്നത് എൻ്റെ വീടുണ്ട്. ആ വീട് കൊണ്ട് നീ ബാങ്കിലേക്ക് പോവോ? ഇല്ലല്ലോ. നീ ഒരു ചെറിയൊരു പേപ്പർ കഷ്ണം കൊണ്ടുപോകും. പേപ്പർ കഷ്ണം കാണിച്ചിട്ട് പറയും, സാറേ അത് വന്നിട്ട് നോക്കിയിട്ടില്ലെങ്കിൽ അയാൾ സിഗ്നേച്ചർ ചെയ്ത് ലോൺ പാസ് ചെയ്യും. വാല്യൂഷൻ എത്ര? 1 കോടിയാ, 1 കോടി ലോൺ പാസ് ചെയ്യും. അങ്ങനെയാണ് നീ വിശ്വസിക്കുമ്പോൾ സ്വർഗം ഇതിലുണ്ട്. എന്തുണ്ട്? ഇത് ടൈറ്റിൽ ഡീഡാ. ഇതിനുള്ളതൊന്ന് എടുത്തിട്ട് പറയണം, അടിപ്പിണറൊക്കെ വന്നിരിക്കുന്നു. ടൈറ്റിൽ ഡീഡാ. നീക്ക് എഴുതിയിട്ടുള്ള ടൈറ്റിൽ ഡീഡാ. അടിപ്പിണറാൽ സൗഖ്യം വന്നിരിക്കുന്നു. നിയമം അറിഞ്ഞിട്ടില്ലെങ്കിൽ പോയേട്ടോ. ആയുധം താഴെ വെക്കരുത്, നിയമം മറക്കരുത്. ആമേൻ. നിയമത്തിൽ നിന്ന് വളരുക. ആമേൻ. ദൈവം സാക്ഷ്യമായിട്ട് നിങ്ങളെ ഞങ്ങൾ രാജസ്ഥാനിലേക്ക് പോയിട്ട് 10 വർഷമായി. 10 വർഷത്തിൽ ഞങ്ങൾ ഒരു 1-2 ലക്ഷം ആൾക്കാർക്ക് സുവിശേഷം അറിയിക്കാൻ ദൈവം സഹായിച്ചു. ഞങ്ങളുടെ എല്ലാ പാസ്റ്റേഴ്സിനെ എല്ലാം ഇത് ചേർന്ന ഒരു 1500 കുടുംബത്തെ ഞങ്ങളുടെ സഭയിൽ ഉണ്ട്. നമ്മൾ ഭയങ്കര വലിയ പാസ്റ്റർ എന്ന് വിചാരിക്കരുത്. ഒരാഴ്ച ഓഫറിങ് എടുത്തത് ഭയങ്കര മ്യൂസിക്കാണ്. ഓഫറിങ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കലായിട്ട് ടിങ് 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 എന്ന മ്യൂസിക് വരും. അങ്ങനെ ദൈവം അവിടെ ഞങ്ങൾക്ക് ഒരു സ്ഥലം വാങ്ങിക്കാനും ഒരു ഹാൾ പണിയാണ് ദൈവം സഹായിച്ചു. പിന്നെ അടുത്ത വർഷം ഞങ്ങൾ വിചാരിക്കുന്ന സൈഡിൽ ഒരു 10 സെൻറ്റ് സ്ഥലം ഞങ്ങൾ വാങ്ങിച്ചത്. അതിലൊരു സൈഡിൽ സ്ഥലം വെച്ചിട്ടുണ്ട്. ഒരു വീട് പണിയാണ്. നിങ്ങൾ പ്രാർത്ഥനയിൽ ഓർക്കണം. ദൈവം ഞങ്ങളുടെ റെൻ്റൽ ഹൗസിൽ നിന്ന് അങ്ങോട്ട് മാറി കിട്ടാൻ ഒരു പാർസനേജ് കിട്ടാൻ. അതിൻ്റെ 2nd ഫേസ് 3rd ഫേസിൽ ദൈവം കൊടുത്തിട്ടുള്ള ഒരു ഇതുണ്ട്. അതിനനുസരിച്ചിട്ടാണ് ഞങ്ങളുടെ ഹാൾ വന്നിരിക്കുന്നത്. അതൊരു 300 ആൾക്കാർ എല്ലാ ഞായറാഴ്ചയും ആരാധിക്കും.
ഞങ്ങൾ ആൾക്കാരെ കൊണ്ടുവരാറില്ല. വേറെ വേറെ സ്ഥലങ്ങളിൽ ഒരു 25 ഗ്രാമത്തിൽ സ്പ്ലിറ്റ് ചെയ്തിട്ട് എന്തിനാ പറഞ്ഞാൽ കണ്ണ് പെടുത്തു ആൾക്കാരെ ഞങ്ങളെ ഉപദ്രവിക്കാൻ ചാൻസസ് ഉണ്ട്. എന്തിനാ വെറുതെ ഒരു ദൈവവചനം പറയുന്നു, ബുദ്ധിമാൻ ഡേഞ്ചറസ് കണ്ടാൽ അവൻ വൈമാറും, മൂർഖൻ പോയിട്ട് അതിൽ ഇടപെടും. അത് ഞങ്ങൾക്ക് വേണ്ട. ഞങ്ങൾ ബുദ്ധിമാനായിട്ട് ജീവിക്കാം. പ്രാർത്ഥനയിൽ ഓർക്കണം, ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. എല്ലാവരും വിചാരിക്കുന്ന ഞാൻ ഇനി ആവില്ല എന്ന് കുറേ ആൾക്കാർ പറഞ്ഞ് ശപിക്കപ്പെട്ടു. കുറേ മിനിസ്ട്രീസ് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന മിനിസ്ട്രീസ് പറഞ്ഞ് ശപിക്കപ്പെട്ടു. ഒരു ശപിക്കപ്പെട്ടവൻ ആ ദേശത്തൊരു ജനങ്ങൾക്ക് വേണ്ടിയിട്ടൊരു സഭ പണിയാണ്. നല്ല ഒരു നല്ല കൂട്ടായ്മ ദൈവം ഞങ്ങൾ അത് വാർത്ത് കെട്ടി നിർത്തിയിരിക്കുകയാണ്. അതിനുള്ളിൽ നിന്ന് ഞങ്ങൾ പുറത്തെവിടെയും പോകാറില്ല, തപ്പി പോകാറില്ല. ഞങ്ങളുടെ ഉള്ളിലുള്ള 6 SLC കഴിഞ്ഞ് ഞങ്ങൾ നോക്കേണ്ടിയിരിക്കും. 6 സെക്കൻഡ് PU കഴിഞ്ഞ് അവർക്ക് ബൈബിൾ കോളേജ് ഇടുകയും പഠിപ്പിക്കുകയും ഞങ്ങളുടെ കൂട്ടത്തിൽ കൈപിടിച്ച് പോവുകയും ചെയ്യും. എൻ്റെ മോന് 11th പഠിക്കുകയാണ്. ഒരു ദിവസം എൻ്റെ അടുത്ത് പെട്ടെന്ന് എൻ്റെ അടുത്തല്ല മമ്മിയുടെ അടുത്ത് വന്ന് പറഞ്ഞു, പെട്ടെന്ന് മമ്മി എനിക്ക് സ്നാനം എൻ്റെ അവർക്കെല്ലാം പറഞ്ഞു കൊടുക്കുന്നു ഞങ്ങളുടെ പാസ്റ്റേഴ്സ്. എനിക്ക് ആര് പറഞ്ഞു കൊടുക്കുന്നു? ഞാൻ കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇല്ലത്തിൽ ഞാൻ നഷ്ടപ്പെട്ടു പോകും. അവനങ്ങനെ സ്നാനപ്പെട്ട് ഒരു ആരാധനയിൽ ഞങ്ങളുടെ കൂടെ ആരാധിക്കുന്ന ഒരു ഡ്രമ്മറാണ്, ഭയങ്കരമായിട്ടൊരു ഡ്രമ്മറാണ്. അവൻ തന്നെ സ്വന്തം പഠിച്ചത്. പിന്നെ എൻ്റെ അടുത്ത് 11th ചേർക്കുമ്പോൾ മമ്മി എടുത്തവണ് എൻ്റെ അടുത്ത് പറയാറില്ല കേട്ടോ. മമ്മി എടുത്ത് വരും, മമ്മി ഇനി 2 വർഷം മാത്രമേ ഞാൻ പഠിക്കുള്ളൂ, പിന്നെ ഇനി എന്ത് ചെയ്യും? ഞാൻ ബൈബിൾ കോളേജ് പ്രാർത്ഥിക്കുന്നത് അവനെ ഒരിക്കൽ ഞങ്ങൾ പഠിക്കണം, ഭയങ്കര പഠിക്കണം. 2 മണിക്കൂർ അവനെടുത്തുണ്ടെങ്കിൽ 1.5 മണിക്കൂർ ഉറങ്ങും. ബട്ട് അവളുടെ മമ്മി അവൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു, ഞാൻ പ്രാർത്ഥിച്ചു. SLC ആകുമ്പോഴത്തേക്ക് അവനെ പഠിക്കാൻ തുടങ്ങി. ഈ 7 മണിക്ക് എന്നാൽ 2 മണി വരെ പഠിക്കും, പിന്നെ ഉറങ്ങും, കാൽ തെഞ്ചിട്ട് വീണ്ടും ഓടും സ്കൂളിൽ. അങ്ങനെ ആയിട്ട് മാറ്റി തരും. ഇപ്പം എന്ത് പറഞ്ഞാലും ആ തക്ക സമയത്ത് ചെയ്യുന്ന ഒരു കുഞ്ഞാക്കി തരും. ഞാൻ വിചാരിച്ചത് എന്നെ കൊണ്ടാവില്ല. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സമയം കൊടുത്ത ദേവദാസിനും കുടുംബത്തിനും പറയുന്നു.